പാടാം നമുക്ക് പാടാം. So our next performer is Adav. Welcome Adav. ഞാൻ ജെൻസ്മില്ലേനും കൂടി ഫസ്റ്റ് ഗ്രേഡിൽ പഠിക്കുന്നു. എനിക്ക് പാട്ടും ഡാൻസും ഇഷ്ടമാണ്. രസത്തിയുന്ന കാണാതടിഞ്ച് കാത്താടി പോലാടിത് പുലരാതെ പോച്ച് ബലക്കേത്തിയാച്ച് പൊന്മാണയുന്ന തേനത് രസത്തിയുന്ന കാണാതടിഞ്ച് കാത്താടി പോലാടിത്. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ചേട്ടനും അമ്മയും അച്ഛനും ഉണ്ട്. എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. എനിക്ക് ഭാഗ്യവതി അമ്മൂമ്മയും ഓമൻ അപ്പൂപ്പനും ഉണ്ട്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ ചേട്ടൻ അശ്വത്. എൻ്റെ പേര് അനൂപ്, ആദവിൻ്റെ ഫാദറാണ്. യഥാർത്ഥത്തിൽ ആദവ് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത് അശ്വത്ത്, അതായത് അല്ലുവിൻ്റെ പാട്ട് പഠിക്കുന്നത് കണ്ടിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസമായിട്ടാണ് അവനിങ്ങനെ പാട്ടിനോട് ഇൻട്രസ്റ്റ് തോന്നി. അവന് അതിലേക്ക് ഇങ്ങനെ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും പിന്നെ അല്ലു പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദു പാട്ട് പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. ആദുവിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൊറോണ ടൈം ഫുൾ കളർഫുൾ ആക്കിയ ഒരാൾ ആദവാണ്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ടൈമൊക്കെ കടന്നു പോകാമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഈ പ്രോഗ്രാമിലും ഇതുപോലെ അശ്വത്തിനാണ് നമ്മൾ പോവാം, അവനെന്ത് പാടും എന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ പാടിക്കോളാം, എനിക്കറിയാം പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പാടിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഓഡീഷന് പാടിയ പാട്ടൊന്നും ഏതാണെന്ന് പോലും ശരിക്കും ഞങ്ങൾക്ക് കൂടി അറിയില്ല. അവൻ തന്നെ പാടുമായിരുന്നു. അപ്പോൾ ഡാൻസിനോടായിരുന്നു ആൾക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ ഡാൻസ് പഠിക്കുന്നുണ്ട് ആൾ. അപ്പോൾ അതാണ് കൂടുതൽ പാഷൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പാട്ടിലും താല്പര്യമുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതിന് ഒന്നും ഇങ്ങനെ അവരെ ഇങ്ങനെ കമ്പലിച്ച് ചെയ്യിക്കണമെന്ന് ആഗ്രഹമില്ല. ഏതായാലും അവർക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു ഇതാണ്. ഇതുപോലൊരു അവസരം ഒരുക്കി തന്ന നമുക്ക് UAE-ലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ അവർക്ക് അവസരം കിട്ടി, അതിൽ അവർ സക്സസ് ആയി വരുന്നു. അപ്പോൾ അതിന് അവസരം ഒരുക്കി തന്ന അവർ TV 24/7 ചാനലിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി. അതോടൊപ്പം എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും കഴിവുള്ള കുട്ടികൾ തന്നെ വിന്നറായിട്ട് വരട്ടെ. അപ്പോൾ അത് കാണാനുള്ള സന്തോഷം ഉണ്ടാവട്ടെ. അതോടൊപ്പം അശ്വത്തിനെ ആദവിനെ സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ അപ്പൂപ്പൻ, ഇതെൻ്റെ അമ്മൂമ്മ. ഇതെൻ്റെ മകളുടെ കുഞ്ഞാണ്. അവൻ നന്നായി പഠിക്കും, നന്നായി ഡാൻസ് കളിക്കും. ചേട്ടൻ്റെ പാട്ട് കേട്ട് ഈ വേദിയിൽ പാടി അവന് സെലക്ഷൻ കിട്ടി. എല്ലാ അനുഗ്രഹവും ദൈവം അവന് കൊടുക്കട്ടെ. ഇതിന് വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാടും കൊണ്ട് ഞങ്ങൾക്ക്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഹലോ ആദവ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേട്ടനും അമ്മമ്മയും അപ്പൂപ്പനും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഏത് സ്കൂളിലാണ് ആദവ് പഠിക്കുന്നത്? ജെൻസ്മില്ലേനും. വിച്ച് ഗ്രേഡ്? ഗ്രേഡ് 1. ഗ്രേഡ് 1. സ്കൂളിൽ എല്ലാവർക്കും അറിയാമോ ആദവ് പാട്ടൊക്കെ പാടുമെന്ന്? സ്കൂളിൽ പാടിയിട്ടുണ്ടോ പാട്ട്? പാടിയിട്ടുണ്ട്. എത്ര വട്ടം പാടിയിട്ടുണ്ട്? 2 വർഷം. ആണോ? സോ ആദവ്, ഓൾ ദ ബെസ്റ്റ്. നല്ലോണം പാടണം കേട്ടോ. ആരോ സർ, our next performer is Adav. Hi Adav. Hi. How are you? Fine. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ജെൻസ്മില്ലേനും. ഏത് ഗ്രേഡ്? ഗ്രേഡ് 1. ഗ്രേഡ് 1. ഓക്കെ. നീ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പൂവേ പൂവേ. പൂവേ പൂവേ. ഏത് പൂവയാണ്? ARM-ലെ പൂവേ. കാരണം പൂവേ പൂവേ വേറെ പൂവേ പൂവേ ഉണ്ട്. ഏത് പാട്ടെന്നറിയോ? പൂവേ പൂവേ പാലപ്പൂവേ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഇത് കിളിയെ തത്തക്കിളിയെന്നാണ് ഈ പാട്ടിൻ്റെ പേര് കേട്ടോ. കിളിയെന്നാണ് പാട്ടിൻ്റെ പേര്. പക്ഷേ ഇപ്പം കിളിയെന്നും പറയാൻ പറ്റില്ല. അത് വേറെ കിളിയെ വന്നിട്ടുള്ളൂ. കിളിയെ കിളിയേ കിളിയെ തത്തക്കിളിയെ, അതാണ് പാട്ട്. ഓക്കെ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? നല്ല കോൺഫിഡൻ്റ് ആണോ? ഓക്കെ. അപ്പോൾ നന്നായിട്ട് എനർജറ്റിക്കലി പാടണം. ഓക്കെ അല്ലേ? ഓൾ ദി ബെസ്റ്റ്.
കിളിയേ തത്ത കിളിയേ കുഞ്ചിപ്പറന്നും കൂട്ടി നിൽക്കൂലേ നിലവേ ചിന്തിച്ചിണവും കൊതിയാ കുറുമ്പേ തല്ല കുറുമ്പേ ഉള്ളിലൊലിക്കും നാലെന്താണ് ഉരളെ മുത്തിപ്പുണ്ടമ്പും നരിയാ മയങ്കാട്ടി മയക്കിടല്ലേ മനത്തുടി നടന്നിടല്ലേ കയ്യിലെന്ത് തെല്ല നിറാണോ നിന്നെ മതമോർത്തിനിക്കും കഥ ഓട്ടിരിക്കും കുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണെ അരകെ ചങ്കുല കളച്ചൊരിനി പെണ്ണെ നീ എനിക്കൊരു ആദ്യം പെണ്ണെ നമ്മൾ രണ്ടും രണ്ടായെന്ന ലോകം തിരുന്നെ ചിയുതിക്കാവിലക്കിത് വിളക്ക് കൊടുത്ത് നാടറിഞ്ഞൊരു തലയും കെട്ടി കയ്യിൽ കൂട്ടും കൊണ്ട് കുറെ കൂട്ടും ഞാൻ മറവിൽ സ്വന്തമേ നീയും സ്വന്തമേ നന്ദാനേ നന്ദാനേ നന്ദാനന്ദാനേ പൂവേ പൂവേ താരം പൂവേ നെഞ്ചിൽ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അരകിയാരിക്കുന്നാലെ തരുകും മമ്പിളി കുഞ്ഞോലെ അവിടിൽ ചേർത്തിനിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയും പുത്തുകൊടം പാട്ടെ അരവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയേ തത്ത കിളിയേ കുഞ്ചിപ്പറന്നും കൂട്ടി നിൽക്കൂലേ നിലവേ ചിന്തിച്ചിണവും കൊതിയാ കുറുമ്പേ തള്ള കുറുമ്പേ ഉള്ളിലൊലിക്കും നാളെന്ത ഉരളെ മുത്തിപ്പുടമ്പും നരിയാ ഹായ് ആദവ്, ഹായ് എങ്ങനെ തോന്നി പാടിയപ്പോൾ? സൂപ്പർ. എനിക്കും നല്ലോണം ട്രൈ ചെയ്തതിൽ തോന്നി. നല്ല സൂപ്പർ ആയിരുന്നു അത് കേട്ടോ. ചെറുതിൽ ഇവൻ വിജയ് ഫാൻ ആയിരുന്നു. ഇപ്പോൾ ആരെയും ഇഷ്ടം? മോഹൻലാലിനെ ഇഷ്ടം. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീ ഹരി സർ. ഹലോ 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 ഒന്ന് ഹലോ എന്ന് പറഞ്ഞേ. ഹലോ. ഞാൻ പാട്ടല്ല കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, ആളുടെ ഒരു മൂവ്മെൻറ്റ്സ് ആണ്. പാടുന്ന സമയത്ത് ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ അവൻ്റെ കാല് കണ്ടോ എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്, അത് ഞാൻ ശ്രദ്ധിച്ചത്. താളം ഒരു വഴിക്ക് പോകണു, അവൻ്റെ കാലിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ഇപ്പം എത്ര ക്ലാസ്സിലാണ് പഠിക്കണം വിശ്വശാലിൽ? ഗ്രേഡ് ഗ്രേഡ് 1. പാട്ടച്ച തമ്പുരാനെ, ഈ ഗ്രേഡ് 1 പാട്ട്, അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ പറ്റിയ പാട്ടുകളാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത്, നിങ്ങൾ പാടേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ പാടുന്നതൊക്കെ ചിലപ്പോൾ അവർ ജനിച്ചിട്ട് കൂടി ഉണ്ടാവില്ല, അതിൻ്റെ മുന്നത്തെ പാട്ടുകളാണ് പല ആൾക്കാരും ഇവിടെ പെർഫോമൻസ്. പക്ഷേ നീ പുലി തന്നെ കേട്ടോ, ഒരു രക്ഷയിൽ ഇത്രയും ലിറിക്സ് മെമ്മറിയിൽ നിൽക്കണ്ടേ. അത് ചിലപ്പോൾ തലേ ദിവസം ഇറങ്ങി റിലീസ് ചെയ്ത പടത്തിലെ പാട്ടുകളും പാടുന്ന കുട്ടികളുണ്ട്. എവിടെ ഇത് മെമ്മറി, എവിടെ മെമ്മറി വെച്ചിട്ടുള്ള, എവിടെ നിന്നാണ് ഇത് വരുന്നത് വരികൾ, എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വരികൾ, എങ്ങനെയത് വരുന്നത്, ഒരു പിടിയുണ്ട, ഒരു രക്ഷയില്ല. സൂപ്പറായിട്ടുണ്ട്. സാറ് കമൻസ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അതൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ ലിറിക്സ് ഇത്ര ഒരു വയസ്സ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ. പിന്നെ മറ്റേ ലാലേട്ടൻ്റെ ഫാനാണെന്നൊക്കെ കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ആണോ? ലാലേട്ടൻ്റെ ഫാനാണോ? ഓക്കെ, ഇനി എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നന്നായിട്ട് പാടാൻ ഇനി ശ്രമിക്കൂ, നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടുകൾ മാത്രം, എല്ലാ പാട്ടും, എനി ടൈപ്പ് ഓഫ് ലാംഗ്വേജ് യു ക്യാൻ പ്രാക്ടീസ്. ഓക്കെ ആദവ്, യെസ്. അമ്മ വീട്ടിൽ മോനെ എന്താ വിളിക്കുക? പെറ്റ് നെയിം എന്താ? ആദു. ആദു. ഓക്കെ, ആദുക്കുട്ടൻ നന്നായിട്ട് പാടി കേട്ടോ. നല്ല ഉഷാറായിട്ട് നിന്ന് പാടി. പാടുമ്പോൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാട്ടിൽ. ഓക്കെ, പിന്നെ കുറേ കൂടി നന്നാക്കിയൊക്കെ പാടാൻ പറ്റും, തീർച്ചയാണ് അല്ലേ? നീ അങ്ങനെ ചെയ്യുമോ? പിന്നെ ഇത്രയും അധികം വാക്കുകളൊക്കെ കാണാപ്പാടം പഠിച്ചില്ലേ, അത് സമ്മതിക്കണ്ടേ ഇത്ര കൊച്ചു പ്രായത്തില്? അതോ സ്കൂളിൽ എല്ലാവരും എന്താ വിളിക്കുന്നത്? ആദവ് തന്നെയാണോ വിളിക്കുന്നത്? റോൾ നമ്പർ എത്രയാ സ്കൂളിൽ? 28. 28ഓ? ആ, അപ്പം അത്രയും
AA അങ്ങനെയൊക്കെ ഉണ്ടോ പിള്ളേര്? അത് ശരി, നല്ല പേരാട്ടോ. പിന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രായത്തിൽ മോൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ശബ്ദം കൊണ്ട് അത് മാക്സിമം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് കിടക്കുകയല്ലേ ഇങ്ങനെ അല്ലേ, ഗ്രേഡ് 1 ആയിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് ഓക്കെ. ഇപ്പോൾ ഇതിലും നന്നായിട്ട് ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ഇനി ഒത്തിരി നല്ല സ്റ്റേജസ് കിട്ടട്ടെ. ഇപ്പോൾ സാറിൻ്റെ മാർക്ക് ഒരു 40 തരാം. 40, അതായത് 40 മാർക്കോ. എങ്കിലും ഒരു 44 മാർക്ക് ടീച്ചർ തരുന്നുണ്ട് മോനെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കണ്ണ. ഓക്കെ, ഞാൻ തന്നിരിക്കുന്ന മാർക്ക് 43 ആണ്. ഓക്കെ, Co-sponsors Ambadi Restaurant, Vinmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.